മാന്യ പ്രേക്ഷകർക്ക് പ്രവാസ ലോകം പരിപാടിയിലേക്ക് സ്വാഗതം. ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ, വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടി. ഇല്ലേ മോളെ? അല്ലേ? അങ്ങനത്തെ ഒരു ഉദ്ദേശം തന്നെയല്ലേ മകള്? അതേ ഉദ്ദേശം തന്നെയാ. വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലോ? വേറൊരു ഉദ്ദേശമില്ല. വേറൊരു ഉദ്ദേശമില്ല. അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തിലുള്ള ഒരു പരിപാടിയാണ്. അപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലേ മോളെ? അതെ അല്ലേ? അതെ. ആ, അപ്പം ഇന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ മോളെ? ഇന്നാരും വന്നിട്ടില്ല. ഇന്നാരും വന്നിട്ടില്ല. കരയണ്ടാട്ടാ. ഇല്ല, കരയില്ല. ഇന്നാരും വന്നിട്ടില്ല. ആരെങ്കിലൊക്കെ വരും. നല്ല നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അല്ലേ? അതെ. അരിക്കൊക്കെ ഭയങ്കര വിലയല്ലേ മോളെ? അതെ. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. ആരും വന്നില്ലല്ലേ, പിന്നെ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലേ? അതെ, ആരും വന്നിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല. കരയണ്ട. ഒരു താത്ത വരുന്നുണ്ട്. ഒരു താത്ത വരുന്നുണ്ട്. അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഇത് പ്രസവലോകം പരിപാടിയല്ലേ? ഇതാണ് പ്രസവലോകം. മോള് പ്രസവിച്ചതാണോ? എന്ത്? പ്രസവലോകം അല്ലേ? പ്രവാസി ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഈ കാണാത്തവരെയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണേ. കാണാ അത് തന്നെ അല്ലേ? അതെ. കാണാത്തവരൊക്കെ ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അല്ലേ? എന്തോരം വിഷമം അനുഭവിക്കണ ഈ ആളുകൾ. കാണാത്തവരെ കണ്ടുപിടിച്ച് എന്തോരം നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണത്. ഇല്ലേ? അതിനെന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? നിങ്ങള് ആര് ചിരിച്ചു? ഞാൻ കരഞ്ഞതല്ലേ? കരഞ്ഞതാ? അയ്യോ, എന്തിനാ അങ്ങനെ കരയണത്? അല്ല, എന്നാലും നിങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോൾ ഞമ്മക്കൊരു വിഷമം വരുന്നു അല്ലേ? അപ്പം ഇങ്ങനെയുള്ള പരിപാടിയിൽ വരുന്നതും കാണാതെ ആളുകളെ പിടിച്ചു കൊടുക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണെന്നാണ് എത്ര പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എത്രയായി? ഇപ്പം 6 മാസം. 6 മാസമായില്ലേ പോയിട്ട്? പോയിട്ട് 6 മാസമല്ല, എനിക്ക് ഗർഭം 6 മാസം വയറ്റിലുണ്ടെന്നാ പറഞ്ഞു. പുള്ളി പോയിട്ട് എത്രയായി? ഇപ്പോൾ 7 വർഷം. 7 വർഷം. അപ്പം കാര്യങ്ങളൊക്കെ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോയിട്ട് വേണ്ട. ഓക്കെ. പിന്നെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. തട്ടിമുട്ടി ഒരു കുഴപ്പമൊന്നുമില്ല. വരാറുണ്ടോ? കൊല്ലത്തിൽ വരാറുണ്ട്. അപ്പൊ എത്ര വർഷമായി പോയിട്ട്? 7 വർഷമായി പോയിട്ടെന്നാ പറഞ്ഞേ. 7 കൊല്ലമായി പോയിട്ട്. ഇപ്പൊ 6 മാസമായി. 6 മാസം ഗർഭം. കൊല്ലത്തിൽ വരാറുണ്ട്. അതങ്ങനെ പിന്നെ എന്ത് കണക്കാത് നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവില്ലല്ലോ. പുള്ളി പോയിട്ട് 7 വർഷമായി. കൊല്ലത്തിൽ വരാറുണ്ട്. നിങ്ങൾക്ക് 6 മാസമായി. നമുക്ക് 6 മാസമായി. അതിനകത്ത് ഇപ്പൊ എന്താ കണക്കിൽ മിസ്റ്റേക്ക്? കണക്ക് മൊത്തം മിസ്റ്റേക്കാണല്ലോ. ഇതെന്ത് കഴിയായി? നിങ്ങക്ക് മനസ്സിലായ കണക്ക് അല്ല, ഞാൻ പറയട്ടെ. പുള്ളി പോയിട്ട് 7 വർഷമായി. 7 കൊല്ലം. പുള്ളി കൊല്ലത്ത് വരാറുണ്ട്. പുള്ളി കൊല്ലത്തെ എൻ്റെ വീട്ടിലോട്ട് വരൂല. പോയിട്ട് 7 വർഷം. പുള്ളി കൊല്ലത്തൊരു കെട്ടിയോളുണ്ട്. ആ കെട്ടിയോക്കടെ അടുത്ത് വരാറുണ്ടെന്ന്. അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെടുത്ത് വരാറുണ്ട്, നിങ്ങളടുത്ത് വരൂല. നമ്മളിവിടെ വെറുതെ ഇങ്ങനെ കാത്തിരിക്കാന്നല്ല. ചിരിക്കണ്ട. കരയണ്ട. ഞാൻ കരഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതല്ലേ. അതിനിപ്പോ കരഞ്ഞതല്ലല്ലോ. പുള്ളിക്കാരൻ പോയിട്ട് പടശോനെ. എന്തിനങ്ങനെ ചിരിക്കുന്നില്ലേ? കരയുന്നത് ഞാൻ ചിരിച്ചില്ല എന്ന് വിഷമിക്കണതല്ലേ. ഇതെന്താണ് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ. പടച്ചോനാണ് നേരെ. നമ്മൾ ഈ ടി വിയിൽ നിങ്ങളെ കാണുമ്പോൾ അള്ളാ, എൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരാളുണ്ട്, ഒരാട്ടുമുട്ടൻ. ഇതേ ലുക്കാ പടച്ചോനെ. അപ്പൊ മൂപ്പര് പോയതിനെ പറ്റിയിട്ട് പറഞ്ഞത് ഏകദേശം മനസ്സിലായില്ലേ മോളെ? അതെ, മനസ്സിലായി. അതെ. ഏതായാലും പോയത് വലിയൊരു നഷ്ടമായി പോയി. എന്തായാലും വേണ്ടിയില്ല. നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ കേട്ടാ. അപ്പൊ എങ്ങനെയെങ്കിലും കൂടെ എത്തിക്കാം. ആയിക്കോട്ടെ. ഈ ഇങ്ങോട്ട് വിടല്ലേ, അതിനകത്ത് നിന്ന് ചീള് കറിക്കുന്നു.
എന്നാ പേടിക്കണ്ട. ആ എങ്ങനെയെങ്കിലും ഇല്ലേ അതെ. നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും എത്തിക്കും. എത്തിക്കാനുള്ളൊരു ഏർപ്പാട് ചെയ്യാം ചെയ്യാം. ആ ട്ടോ. എൻ്റെ പടച്ചോനോർത്ത് ആ ടോ ഇങ്ങോട്ട് വിടല്ലേ. എവിടെ ഉണ്ടെങ്കിലും ഈ സ്ത്രീ പറഞ്ഞു കേക്കടോ. ഇത് കേക്ക്. ഇവിടെ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹം എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്? കൊച്ചിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വലിയ നിലയിൽ കഴിഞ്ഞ ആളാ. കൊച്ചി രാജാവില്ലേ, കൊച്ചി രാജാവിൻ്റെ ആയിരുന്നു പുള്ളിക്കാരൻ. ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുമായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു. ശരിക്കും എൻ്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാവോ? എന്താണ്? മലബന്ധ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട്, ഇവിടെ ഇൻ്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇൻ്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും വെടുപ്പുമുള്ള സംസാരം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലോട്ട് കടത്തി വിട്ടാൽ മതി. അതെ അതെ, ആ പെണ്ണിന് അതെ. ഞാൻ അതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു? പിന്നെ എന്താ? അതെ, മലബന്ധം എന്ന് പറഞ്ഞത് ഞാൻ നേരാ. അതായത് നമ്മുടെ കെട്ടിയോനും ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയിലാ. ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവ് നായാട്ടിന് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു മലബന്ധം. അങ്ങനെയുള്ള മലബന്ധം അല്ലേ? ആ അതെ. എന്നാ പേടിക്കണ്ട. പടച്ചോനെ വിചാരിച്ച് ആ ടോ ഇങ്ങോട്ട് വിടരുത്. നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലേ മോളെ? അതെ, എവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യല്ലേ? അതെ. ഇവിടെ എത്തിക്കാം. അപ്പൊ ഈ കാണാത്തവരെ കണ്ടുപിടിച്ച് തരുന്ന ആളല്ലേ? നമ്മുടെ കെട്ടിയോനെ കണ്ടുപിടിച്ച് തരണ്ട. അങ്ങേര് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതെ, ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ. നല്ല മനുഷ്യല്ലേ? നിങ്ങളെ കുടുംബത്തിലുള്ള ആളല്ല, നമ്മുടെ ബന്ധുവൊന്നുമല്ല. ഈ ഫോട്ടോയിലുള്ള ആളാ. അതെ, എപ്പോഴും ഈ പെണ്ണിൻ്റെ അടുത്ത് കുണു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോയിലുള്ള ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് അയാളുടെ പേര്? ബില്ലാദൻ. അപ്പൊ എവിടെയെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണിത്, അല്ലേ മോളെ? അപ്പൊ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? നിന്റെ കിട്ടിയത് വരെ വന്നില്ലല്ലേ? അപ്പൊ നമുക്കൊരു ഹാപ്പി അല്ലേ മനസ്സിനല്ലേ? ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ? അങ്ങനെ ഒരു ഇതില്ലല്ലോ, ഉണ്ടാവല്ലോ അല്ലേ? ഇന്നിപ്പം ആരും വന്നില്ലല്ലോ അല്ലേ മോളെ? അല്ലേ? എന്താ ആള് വരാത്തത് മോളെ? അറിയില്ല. കരയണ്ട, ആരെങ്കിലും വരുത്തട്ടോ. കരയണ്ടട്ടോ. ആരെങ്കിലും പോയി വരുത്തട്ടോ, നമ്മൾ കരയണ്ടേ കേട്ടാ. ആരെങ്കിലുമൊക്കെ വരും. എന്താണ്? എന്തൊക്കെയുണ്ട്? സുഖം തന്നെ അല്ല? വരാനുള്ള ഏർപ്പാട് ചെയ്യട്ടാ. വരാനുള്ള ഏർപ്പാട് ചെയ്യാം. കുറേ ഇല്ല പറല് തുടങ്ങിയിട്ട് വരാനുള്ള ഏർപ്പാട് നടത്താന്ന്. നമ്മള് നടത്താനുള്ള ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്കിലും വരുമല്ലോ. എപ്പോ? സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടാണല്ലോ അല്ലേ വരാണ്ടിരിക്കണല്ലേ? അല്ല, അതൊക്കെ ശരിയാണ്. എപ്പോൾ വരും എന്നുള്ളൊരു സംഭവം. ഞാനിപ്പോൾ ഇത് കുറേ ആയില്ലല്ലോ അങ്ങനെ. നമുക്കൊരു 2 മാസത്തിനുള്ളിൽ ഒരാളുടെ ഏർപ്പാട് ഉണ്ടാക്കാം. 2 മാസത്തിനുള്ളിൽ. 2 മാസം പോരാ. ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് വരാനുള്ളൊരു പറ്റില്ല. പെട്ടെന്ന് കത്തൊക്കെ അയക്കണ്ടല്ലോ, ഫോണൊക്കെ ചെയ്യണ്ടല്ലോ. അയക്കുന്നുണ്ട്, ഫോണ് വിളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെ എന്നാലും ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ വരാനുള്ളൊരു ഏർപ്പാട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ. പറ്റൂല. പിന്നെ എപ്പോ വരണം? പറ്റൂല. എപ്പോ വരണം? ഇപ്പൊ വരണം. ഞാനെന്തിനാണ് ഇപ്പൊ വരുന്നത്? എന്തിനാ ഇപ്പൊ വരണോ? ഇങ്ങക്കറിയോ, എന്റെ മോളെ ഇവൻ ഇട്ടേച്ച് പോന്നിട്ട് 10 കൊല്ലായി. ഇതുവരെ ഇവൻ എന്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കരയട്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന്